എങ്ങനെയുണ്ടായിരുന്നു നരിവേട്ട സ്ക്രീൻ? ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നില്ല, നമ്മൾ പല ഇൻസിഡന്റുകളും റെഫർ ചെയ്തിട്ടാണ് അതിൽ നമ്മൾ പറയുന്നത് ഭൂമിയില്ലാത്ത ആൾക്കാരുടെ ആ ഒരു സമരത്തെ ഇതിൽ തീർച്ചയായിട്ടും പണ്ടൊരു സിനിമാറ്റിക് സൈഡ് കാരണം ഇതൊരു ആരുടെയും ബയോപിക് അങ്ങനെയാണ്. സ്റ്റോറിയായിട്ട് ചോദിച്ചാൽ അത് അങ്ങനെ പറയാൻ പറ്റും. കാരണം ഇത് കണ്ടവർക്കറിയാം അതിൽ ലൈക്ക് ഒരു സിനിമാറ്റിക് ഫ്രീഡം എടുത്തിട്ടുണ്ട് ഡയറക്ടർ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിലൊരു ഹാപ്പി എൻഡിങ് സാധനം നമുക്ക് വേണമെന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ ആ ഹാപ്പി എൻഡിങ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പല ഭൂസമരം മാത്രമല്ല, പല ആൾക്കാരും ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണെങ്കിലും അതിലൊക്കെ ഒരു ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടോ. എത്ര വർഷങ്ങളായിട്ടും കോടതി കയറി ഇറങ്ങുന്ന ആൾക്കാർ അതിൽ ഇറങ്ങി മരിച്ചു പോയവരുണ്ട്. ഇപ്പോഴും അത്രയും പ്രായമായവരിപ്പോഴും ആ നീതിക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാരണത്തിൽ ആ ഒരു ജസ്റ്റിസ് കിട്ടുന്ന ആ ഒരു സമയം സ്പീഡപ്പ് ആയെങ്കിൽ നന്നായിരിക്കും. പടം കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഇമോഷണലി കണ്ണിന് വെള്ളം നോക്കിയാണ്. അതിൽ മികച്ചത് ടോവിനോട് അഭിനയമാണ്, അതുപോലെ ആദിശ്വരിയാണ്. അങ്ങനെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു? ക്ലിയർ എന്തായിരുന്നു? എല്ലാവരും ഭയങ്കര ഇമോഷണലായിരുന്നു. ടോവിനോടക്കം ഒരുപാട് നാൾക്ക് ശേഷമാണ് എനിക്കൊരു ഇമോഷണലായിട്ട് കാണുന്നത്. എങ്ങനെ നോക്കി കാണുന്നത്? നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അത്രയും ഇൻവോൾവ്ഡ് ആയിട്ടാണ് ഈ മൂവി. ലൈക്ക് ഒരാളുടെ ഹാർഡ് വർക്കിൽ ആർട്ട് ടീമാണെങ്കിലും ലൈക്ക് മേക്കപ്പിൻ്റെ ടീമാണെങ്കിലും എല്ലാ ടീമും ഹോൾ ടീം അതുപോലെ എഫോർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു സിങ്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ലൈക്ക് മറ്റു സിനിമയിൽ കാണുന്ന പോലെ വെയിറ്റിങ്ങോ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റിങ്ങോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഓൺ ടൈം വന്നു. ലൈക്ക് ടൊവിനോൻ്റെ കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞാൽ ലൈക്ക് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഇത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു നടനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കൊല്ലം തോറും ഞാൻ കാണുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റിൻ്റെ വേയിൽ കാണുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ളൂ. കാരണം ഒരുപാട് വർഷങ്ങളുടെ ഒരു കഷ്ടപ്പാടാണ് ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യണം, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത്. അത് നരിവേട്ടയിലൂടെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വലിയൊരു സ്കെയിലിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അനുരാജേട്ടൻ പ്രസ് ചെയ്ത് തന്നൊരു ക്യാരക്ടറാണ്. അത് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നരിവേട്ട കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പോൺസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആ ജീവനും ആത്മാവും ആ നിഷ്കളങ്കതയുടെ ചിരിയും നമ്മളെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നരിവേട്ടയെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നന്നായിട്ട് ഈ പടം ചെയ്ത് ചേച്ചി പടത്തിനൊരു ഫീൽ ഗുഡ് പോർഷനിലത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഇങ്ങനെ ഒരു മറുവശം ഉണ്ടെന്ന് ചേച്ചി അറിഞ്ഞിരുന്നു. ഐ മീൻ ഇങ്ങനെ ഒരു വയലൻസ് ഒക്കെ ഉള്ളൊരു വശം ഇങ്ങനെ അതിപ്പോൾ ഇപ്പോഴാണോ കാണുന്നത്? നേരത്തെ കണ്ടിരുന്നു ഇതിന്? ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? ഇത്രയും ബ്രൂട്ടൽ ഞാനിപ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഇമോഷനിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഞാൻ കണ്ണുകൾ നമ്മൾ തള്ളിപ്പോകുന്നു പറയില്ല, അതേപോലെ അങ്ങനെ പുതിയൊരു മോനങ്ങളെ കിട്ടിയിരിക്കുകയാണ്. ആളുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ടൂവിനോട് പെർഫോമൻസ് എങ്ങനെയാണ്? അടിപൊളി. ഡയലോഗ് പഠിക്കുന്നതും എല്ലാം അതിനോട് അലിഞ്ഞു ചേരുന്നു. ചേരൻ സാറിൻ്റെ ഒരു സാറിനായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് അല്ല ഐ മീൻ പെർഫോമൻസ് എങ്ങനെയാണ്? കണ്ടോ? ഞാൻ കണ്ടിരുന്നു. അവിടെ എല്ലാവരോടും കാണാൻ പറയുക. ഉറപ്പായിട്ടും ശക്തമായ പ്രമേയം, എന്തിനായിരുന്നു അടിപൊളി പടം. സൂപ്പർ പടം, നല്ല മോശം കാലൊക്കെ പടമാണ്, കണ്ടിരിക്കേണ്ട പടമാണ്. നമ്മുടെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ഇതാണ്, കണ്ടിരിക്കേണ്ട പടമാണ്. ടോവിയുടെ കരിയറിൽ ഒരു മൈൽസ്റ്റോൺ ആയിരിക്കും. പിന്നെ തീർച്ചയായും നമ്മൾ സ്ഥിരമായി കാണുന്ന റോബി ഭാവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള സൂപ്പർ മൂവി, അടിപൊളിയാണ്. ടോവിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ടോവിയുടെ പെർഫോമൻസ് ഒരു മൈൽസ്റ്റോൺ ആയിരിക്കും.
കണ്ണുകാർ തന്നെയാണോ കണ്ണിലെ തടസ്സം? PSC പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പഠിക്കുന്നുണ്ട്. അടിപൊളി സ്റ്റോറി, ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ആക്ടിങ് അടിപൊളി, സൂപ്പർ. ഫസ്റ്റ് ടൈം ആണ് ടോവിനോട് ഇങ്ങനെ ഇമോഷണൽ മൂവി. എല്ലാ ഫാമിലീസിനും ഇഷ്ടപ്പെടും. നമ്മൾ കാണേണ്ട നല്ലൊരു സോഷ്യൽ മെസ്സേജുള്ള ഒരു സിനിമയാണ്. സിനിമകൾ ഇങ്ങനെ വരുന്നത് കൂടുതലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ പടത്തിൽ? അതെ അത് നന്നായിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കഥയാണ്. ഒരുപാട് മലയാള ചിത്രങ്ങളിൽ നമ്മൾ സംഭവം തന്നെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. ടോവിനോട് എന്താ പറയേണ്ടത്, അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളെല്ലാം കഴിഞ്ഞാൽ പക്ഷേ ഇത് ഒരുപാട് ടോവിനോട് ഗംഭീരമായിട്ടുണ്ട്. കാരണം അത്രയും ജീവിതത്തിൽ അനുഭവിക്കുന്നത് ജീവിച്ചതിന് അഭിനയിച്ചാണ്. അതിനകത്ത് കുറേ പ്രശ്നം അത് എത്രത്തോളം ഇഫക്റ്റീവായി പറയാമെന്നുള്ളതാണ്. രാഷ്ട്രീയം പറയാനല്ല ഒരു സിനിമ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു സിനിമ. എത്രത്തോളം ഇഫക്റ്റീവായി കണ്ടു നനയ്ക്കുന്ന തരത്തിൽ ഒരു 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 ലൈഫിലൂടെ, ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അതെങ്ങനെ പറയാൻ കഴിയും. ടോവി മാർ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അയാളിലൂടെ നമ്മൾ ആ ഒരു വലിയ ഇൻസിഡൻറ്റ് 2003 ജനം കാണാത്തൊരു ഇൻസിഡൻറ്റിനെ ഒരു സിനിമ ഒരാളുടെ ആക്ടിലൂടെ ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിരുന്നു. ഞങ്ങൾക്ക് കാലഘട്ടത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് സിനിമ കണ്ടപ്പോൾ അതിനേക്കാൾ അല്ലേ. ഫിലിം മേക്കറും എഡിറ്ററും റൈറ്ററും മ്യൂസിക് ഡയറക്ടറും അങ്ങനെ എല്ലാവരും. എനിക്ക് ശരിക്കും വയനാട്ടിലെ ആ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഒറിജിനൽ റൈറ്റേഴ്സാണ്. അവരാരെയും ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കൊണ്ടുവന്നല്ല. ശരിക്കും അവരോടാണ് നന്ദി പറയേണ്ടത്. അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയ്യാൻ. അവരാദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് പോലും. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അത് അഭിനയം ഒന്നും പറയാനില്ല കേട്ടോ. ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ് മൂവി എന്ന് ഞാൻ പറയുള്ളൂ. മാസപ്പടമൊന്നും പ്രതീക്ഷ ആരും വരരുത്. മാസമല്ല, ഇത് ഒറിജിനൽ സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി ഡയറക്ടർ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഒരു ഒറിജിനൽ നടന്ന ഒരു കാര്യത്തിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അത് സ്ക്രിപ്റ്റിലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതർവൈസ് കാസ്റ്റിംഗ് ഇസ് ഗ്രേറ്റ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ചില ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവും. നമ്മളൊന്ന് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. സോഷ്യൽ ഒരു കണക്റ്റുള്ള ഒരു മൂവിയാണ്.